ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന മറ്റൊരു വാക്ക് എയ്തർ ഓർ എന്ന വാക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാക്കാണ് എയ്തർ ഓർ എന്ന് പറയുന്നത്. ഇവിടെ എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഓറിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ എയ്തർ ഓർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നല്ല, ഏതെങ്കിലും ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ യു ക്യാൻ ടേക്ക് either mobile or money. ഇവിടെ നമുക്ക് കാണാം യു ക്യാൻ ടേക്ക്, നിങ്ങൾക്ക് എടുക്കാം, either മൊബൈൽ ഓർ മണി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് എടുക്കാം. either മൊബൈൽ ഓർ പണം, മണി എന്ന് നമുക്ക് പറയുമ്പോൾ ഇത് either ഇല്ലാതെ യു ക്യാൻ ടേക്ക് മണി ഓർ മൊബൈൽ ഓർ മണി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മൊബൈലോ അല്ലെങ്കിൽ പണമോ എടുക്കാം എന്ന് പറയും. അപ്പൊ കുറച്ചും കൂടെ രസകരമായി പറയുന്ന ഒരു വാക്കാണ് യു ക്യാൻ ടേക്ക് either മണി ഓർ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്. യു ക്യാൻ ഗോ either സിറ്റി ഓർ ടൗൺ, നിങ്ങൾക്ക് സിറ്റിയിലോ ടൗണിലോ നിങ്ങൾക്ക് പോകാം. യു ക്യാൻ ഗോ ബൈ ബസ്, യു ക്യാൻ ഗോ either ബസ് ഓർ ബൈ ട്രെയിൻ, നിങ്ങൾക്ക് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ നിങ്ങൾക്ക് പോകാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്, either ഓർ ഉപയോഗിക്കുന്നത്. അപ്പൊ either ഓറിന്റെ അർത്ഥം മനസ്സിലായല്ലോ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി രസകരമായിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു വാക്കാണ് either ഓർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്.